ഫ്രണ്ട്സ് എല്ലാവർക്കും റീസെന്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഞാൻ ബെസ്റ്റിൻ. ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു വെറൈറ്റി അക്വേറിയം ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെർമോകോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഫൗണ്ടെയിൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വാട്ടർഫോൾ അക്വേറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയാൻ തന്നെ ഞങ്ങൾ കുറെ തരത്തിലുള്ള അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. അവിടെ ഞങ്ങൾ അതിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പുത്തൻ അക്വേറിയം ഉണ്ടാക്കാൻ പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ തെർമോക്കോളിൽ നമ്മുടെ അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഗ്ലൂ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ ഫൗണ്ടെയിൻ്റെ പാർട്ടാണ് ഞങ്ങളിവിടെ ഒട്ടിക്കണേ. അപ്പോൾ ഞങ്ങളിവിടെ 3 ചാനലാണ് കൊടുത്തേക്കണേ. അതിലെ സെൻറ്ററിലേക്കൂടെ ഫൗണ്ടെയിൻ്റെ മോട്ടർ വെച്ചിട്ട് 2 സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഷേപ്പാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കണേ. തെർമോക്കോൾ നമുക്കറിയാലോ, എളുപ്പം നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡിസൈൻസ് പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ അനുസരിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ ഈ ഫൗണ്ടെയിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടെയിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ചെറിയൊരു ടാങ്കിലേക്ക് ചാടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചെറിയ ടാങ്ക് അതിൻ്റെ ഏകദേശം വീതിയിലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ ടാങ്ക് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു ഷേപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പെൻറ്റഗണൊക്കെ ആക്കാം. പിന്നെ ഈ മെയിൻ ടാങ്ക് നമ്മൾ എടുത്ത് മാറ്റാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ തെർമോക്കോളിൻ്റെ വാള് അത്ര വളരെ ഉയരത്തിലൊന്നും നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. ഒരു റേഷ്യോ ഉണ്ട്. നമ്മുടെ ഫൗണ്ടെയിൻ്റെ ബേസ് ടാങ്കിൻ്റെ ഉയരം ആ റേഞ്ചിലാണ് നമുക്ക് പാടുള്ളൂ. വളരെ കൂടാണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാനും പിന്നെ ലീക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്യാണ്. ആ 2 വാളും തമ്മിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൂട്ടി ഒട്ടിക്കാൻ സാധിക്കാൻ വേണ്ടി നമ്മൾ ആ ആംഗിളിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ടാങ്ക്, നമ്മുടെ ഫൗണ്ടെയിൻ സ്ട്രക്ചറിലുള്ള ചെറിയ ടാങ്കിൻ്റെ അടിയിൽ അതിൻ്റെ ഇന്നറിൻ്റെ അളവിന് കണക്കാക്കിയിട്ട് നമ്മൾ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെച്ച് നമ്മൾ ഒട്ടിച്ചേക്കാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫൗണ്ടെയിൻ്റെ ആ 3 ചാനലിലും നമ്മളിങ്ങനെ വെക്കണം. ഇതൊക്കെ നമ്മൾ വെള്ളം ചാടാവുന്ന ആ ഒരു ആഴം മാത്രം ഇതിന് മതി, ഈ 2 ടാങ്കിനും. പിന്നെ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ പൈപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാവുന്ന ആ ഡയയിൽ നമ്മളൊരു സർക്കിൾ ഇതേമാതിരി ഒരു PVC വെച്ച് കട്ട് ചെയ്തിട്ട് വേണം നമ്മളവിടെ ഒട്ടിക്കാൻ. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഒട്ടിച്ച 2 ചാനലിനെക്കാട്ടും കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ സെൻറ്റർ ചാനലിൽ അത് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സ്ട്രക്ചറിൽ നമ്മൾ ആ വെള്ളം ഒഴുകാനുള്ള PVCകൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്യണം. ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് തെർമോക്കോൾ ഇങ്ങനെ നീളനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഒട്ടിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഡിസൈനാണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യണേ. അപ്പോൾ അത് നമ്മുടെ ഫൗണ്ടെയിൻ സെക്ഷനിലും നമ്മളത് അങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെർമോക്കോളാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസൊക്കെ നമുക്ക് എളുപ്പം തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആ തെർമോക്കോളിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ സ്ട്രെങ്ത്തും പിന്നെ വെള്ളമൊന്നും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് അടിക്കാനാണ് പോണേ. അപ്പോൾ നമ്മൾ ബേസ് ടാങ്കാണ് അത് ചെയ്യണത്. അപ്പോൾ ബേസ് ടാങ്കിൽ നമ്മൾ പല സ്ഥലത്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിൽ നല്ല സ്ട്രെങ്ത്ത് വേണം. അപ്പോൾ നമ്മൾ സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ട് നമ്മൾ ബേസിൽ നല്ല രീതിയിൽ നമ്മൾ സിമെൻറ്റ് അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കൊലരെടുത്തിട്ട് ഇങ്ങനെ പരത്തി നമ്മുടെ ബേസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് വാളിലൊക്കെ നമ്മുടെ വെള്ളമൊന്നും ലീക്ക് ആവാണ്ടിരിക്കാനും സ്ട്രെങ്ത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. ഇത് തന്നെ നമ്മൾ നമ്മുടെ ഫൗണ്ടെയിൻ സ്ട്രക്ചറിലും ചെയ്യുന്നുണ്ട്. എന്നാലാണ് നമുക്ക് നല്ല ബലവും ഉറപ്പും പിന്നെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നല്ല രീതിയിൽ അടിച്ച ശേഷം നമ്മളൊരു ദിവസം സിമെൻറ്റ് സെറ്റാവാൻ വെക്കണം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിമെൻറ്റൊക്കെ നല്ല രീതിയിൽ ബലം വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സിമെൻറ്റ് മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചാന്തടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിമെൻറ്റ് മാത്രം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒരു വട്ടം ഒരു കോട്ടിങ് അടിക്കുക. ഇതന്നെ നമ്മൾ നമ്മുടെ ഫൗണ്ടെയിൻ സെക്ഷനിലും ചെയ്യണം.
അതിനുശേഷം ഇത് നന്നായി ഉണക്കാൻ വെച്ചിട്ട് ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടും പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം തെളിച്ചിട്ടൊക്കെ നമ്മുടെ സിമെൻറ്റിനെ നല്ല ബലത്തിലാക്കി നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉണങ്ങിയ നമ്മുടെ സിമെൻറ്റൊക്കെ നല്ല ബലം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എക്സ്റ്റീരിയർ പ്രൈമർ അടിക്കണം. ഇതടിക്കുന്നത് ഇതിൽ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ പെയിൻറ്റ് കീറി പോവാതിരിക്കാനും പിന്നെ പെയിൻറ്റിനൊക്കെ നല്ല ബലത്തിൽ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കണേ. ഇത് നമ്മൾ പുറത്തും ഫൗണ്ടൻ സെക്ഷനിലും ഒക്കെ നമ്മുടെ പ്രൈമർ അടിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രൈമറൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടൈൻ്റെയും പിന്നെ മറ്റേ ബേസിൻ്റെയും മേലെയൊക്കെ നമുക്ക് പെയിൻ്റ് അടിക്കണം. ഇവിടെ ഞങ്ങളുടെ കയ്യിലുള്ള എമൽഷൻ പെയിൻ്റാണ് നമ്മൾ അടിക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു സെക്ഷൻ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളിവിടെ അക്വാബ്ലൂ എന്ന് പറഞ്ഞ പെയിൻ്റാണ് അടിക്കുന്നത്. അത് നമ്മുടെ പെയിൻറ്റ് കടയിലൊക്കെ ചോദിച്ചാൽ അക്വാറിയത്തിൽ അടിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. അത് നമ്മൾ കുറച്ച് ടർപ്പൻറ്റൈനൊക്കെ ചേർത്തിട്ട് നമ്മളതിൻ്റെ അകത്ത് അക്വാബ്ലൂവും അടിച്ചെടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്വാറിയം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫൗണ്ടൈൻ്റെ ആ മോട്ടറിൻ്റെ ആ സെക്ഷൻ നമുക്ക് ഇനി ചെയ്യണം. അതിനായിട്ട് നമ്മുടെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഫൗണ്ടൈൻ മോട്ടറിൻ്റെ പൈപ്പ് ഒന്ന് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതേമാതിരത്തെ ഒരു പമ്പാണ് നമ്മൾ ഉപയോഗിക്കണേ. ഇത് ഒരു 6 അടി വരെ നമുക്ക് ഇത് വെച്ച് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ എല്ലാ പൈപ്പുകളിലും നമ്മൾ സിലിക്കോൺ വെച്ച് ഒട്ടിക്കണം. ഇപ്പോൾ ഈ പമ്പ് ശരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ശരിക്കും വെള്ളത്തിന് വലിക്കാനുള്ള ഒരു പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ മെയിൻ സ്ട്രക്ചറിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ്. നമ്മളൊരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ തെർമോക്കോൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ആ ഫൗണ്ടൈൻ സെക്ഷൻ നിറച്ചിട്ട് വേണം ബേസ് സ്ട്രക്ചർ നിറയ്ക്കാൻ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് ഒക്കെ വിജയിച്ചിട്ടുണ്ട്, വെള്ളം നന്നായി ചാടുന്നുണ്ട്. ഇനി നമ്മൾ ആ വെള്ളം മാറ്റിയിട്ട് നല്ല കിണർ വെള്ളമാക്കി കുറച്ച് ചെടിയൊക്കെ ഇട്ട് നമ്മൾ നല്ല ഭംഗിയാക്കിയിട്ട് നമ്മുടെ അക്വേറിയം. ഇനി നമുക്കിതിലേക്ക് നല്ല ഹൈബ്രിഡ് ഗപ്പികൾ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതേമാതിരി ഒരു രൂപത്തിലാക്കാൻ വേണ്ടി കുറേ നാൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കാനൊന്ന് ശ്രമിക്കുക. അക്വേറിയം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ പ്രദേശവും വീഡിയോ എടുത്തായി കമന്റ് ചെയ്യുക. ഇതേപോലുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.